ഫ്രണ്ട്സ്, കുക്ക് ബേക്ക് ട്രാവലിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബക്കറ്റ് ചിക്കനാണ്. സംഭവം എല്ലാവരും ഒത്തിരി പേര് കുറവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇന്ന് സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഫുൾ ചിക്കൻ കഴുകിയെടുക്കുക. പിന്നെ അതിന് ശേഷം അത് വരഞ്ഞെടുക്കണം. വരഞ്ഞെടുക്കുക ഇതുപോലെ ലൈനിങ് ഇട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. വെറുതെ വെക്കുകയാണെങ്കിൽ ഒരു മസാല നമ്മൾ ചിക്കൻ്റെ ഉള്ളിൽ വരുമ്പം മസാല ഒന്നും പിടിക്കാതെ വെളുത്തിരിക്കും. അപ്പോൾ അത് കാരണം ഇതുപോലെ ഒരു 5-6 ലൈനിങ് ഇട്ട് എടുക്കുക. പിന്നെ ഇതുപോലത്തെ ബക്കറ്റ് ചിക്കൻ നമ്മൾ ഇതുപോലത്തെ ഫുൾ ചിക്കൻ തന്നെ മേടിക്കും. കട്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഫുള്ളായിട്ടുള്ള ചിക്കൻ തന്നെ വാങ്ങിക്കണം. അന്നേരം നമുക്കത് ഒരു കമ്പിൽ കുത്തിയിട്ടാണ് നമ്മളിതിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് കാരണം എന്തായാലും ഫുള്ളായിട്ടുള്ള ചിക്കൻ തന്നെ വാങ്ങിക്കണം ഇതിന് വേണ്ടിയിട്ട്. ബക്കറ്റ് ചിക്കൻ്റെ ചേരുവകൾ വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് കശുവണ്ടിന് വേറെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ കുറച്ച് കശുവണ്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങ, 1 കപ്പ് തൈര്, പിന്നെ സൺഫ്ലവർ ഓയിൽ. നമ്മൾ ഇത്ര സൺഫ്ലവർ ഓയിലൊന്നും വേണ്ട, നമ്മൾ മിക്സ് ചെയ്യാൻ നേരം അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൊത്തത്തിൽ ഈ ഐറ്റംസ് എല്ലാം കൂടെ തൈര് ഒഴിച്ച് ബാക്കി എല്ലാ നാരങ്ങ നമുക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മിക്സിങ്ങിൽ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി ഇത്ര ഐറ്റംസും കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. എല്ലാ ഐറ്റംസും മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക. നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് പൊടികളും നേരത്തെ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടെ ഇടാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള നോക്കിക്കോണം. നമ്മൾ കുറച്ച് ഉപ്പ് ഞങ്ങൾ ഇടയ്ക്ക് നമ്മൾ മസാല ആയി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടി, എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. അതുപോലെ തന്നെ ഈ പുതിന, മല്ലി ഇതെല്ലാം ഈ ജാറിൽ തന്നെ ഇടുക. പച്ചമുളക്, കാഷ്യൂനട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. അരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സംഭവം ഇത് ചിക്കനിൽ മിക്സ് ചെയ്തെടുക്കണം. അരപ്പ് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നേരത്തെ വരഞ്ഞു വെച്ച ചിക്കൻ എടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ചിക്കൻ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നല്ലപോലെ മസാല പിടിക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ ഉള്ളിൽ മസാല ഇല്ലാതെ വെള്ള കളർ ഇരിക്കും. അതുകൊണ്ട് നല്ലപോലെ ചിക്കന് മസാല ആവുന്നതിന് വരെ തേച്ച് പിടിപ്പിക്കുക. അതുപോലെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മസാലയും പുതിനയില, മല്ലിയില എല്ലാം കൂടെ വെക്കുന്നുണ്ട്. ആ മസാല വരട്ടിയ സംഭവം ഇതുപോലെ ഉള്ളിലോട്ടാക്കി കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും സംഭവം. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ നമ്മൾ ചിക്കനിൽ നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂറത്തേക്ക് മസാല പിടിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പം ആ സമയത്ത് നമുക്ക് നമ്മുടെ ബക്കറ്റ് സംഭവങ്ങൾ, കനലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ ചെറിയൊരു കുഴി എടുക്കണം. ഈ കുഴിയിൽ നമ്മുടെ കമ്പ്, നല്ല കട്ടിയുള്ളൊരു കമ്പ് തന്നെ ഇരിക്കുന്ന ഭാഗത്തിൽ ഒരു കുഴി ഒഴിക്കുക. നമ്മുടെ എണ്ണപ്പാട്ടുണ്ട്, അതാണ് നമ്മൾ ബക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാട്ട ഇരിക്കുന്ന ലെവലിനുള്ളൊരു കുഴി കുഴിക്കുക. അപ്പം കമ്പ് ആ ലെവലിൽ തന്നെ ഇരിക്കണം. അതിനേക്കാളും ശകലം താന്നുകൊണ്ട് പാട്ട കുറച്ചിരിക്കുമ്പം തട്ടരുത്. പാട്ട കമത്തി വയ്ക്കുമ്പം, ചിക്കനും വയ്ക്കുമ്പം തട്ടരുത്. ആ രീതിയിലാണ് കുഴി കുഴിച്ച് കമ്പ് വയ്ക്കാനായിട്ട്. നല്ല കട്ടിയുള്ള കമ്പ് തന്നെ വയ്ക്കണം. എന്നുവെച്ചാൽ നമ്മളിതിൽ ചിക്കന് ചെറിയൊരു നൂല് വെച്ച് കെട്ടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള കമ്പ് തന്നെ എടുക്കണം അതിന് വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ഈ ചെളിയും കൂടെ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ ശരിക്കും എടുക്കുന്നത് നമ്മുടെ ആ പാട്ട വെച്ച് ചിക്കനൊക്കെ വെച്ച് അടച്ച് കഴിഞ്ഞതിന് ശേഷം കരി അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അകത്ത് സൈഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെളി കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ഒരു 2 മണിക്കൂർ ഇപ്പം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ അരമണിക്കൂറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ 2 മണിക്കൂറും ഫ്രീസറിലാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം മിനിമം, അല്ലെങ്കിൽ മസാല ഒന്നും അധികം പിടിക്കത്തില്ല. നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫ്രീസറിലാണ് അരമണിക്കൂർ വെച്ചിട്ടെടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള സംഭവങ്ങൾ നോക്കാം. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മസാല വടിച്ചെടുക്കണം. അല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു മസാല, പെട്ടെന്ന് പിന്നെ ഒരു ചെറിയ കരിച്ചോ വരും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മസാല ഇങ്ങനെ തിരിച്ച് നമ്മൾ വടിച്ചെടുക്കണം. നമ്മളിവിടെ ഒരു വാഴയില കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഈ കമ്പിൽ കൂടെ കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറക്കി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചിക്കനിൽ മണ്ണൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതെന്തെങ്കിലും ഇത് വീണ് കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് വീഴുള്ളൂ. അങ്ങനെ വീഴത്തില്ല, നമ്മൾ കെട്ടിയാണ് വയ്ക്കുന്ന സാധനം. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ചിക്കൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത് കൂടെ നോക്കാം. ആദ്യം ഇതിൽ വാഴയില ഇടണം, പേപ്പറൊന്നും ഇടല്ലോ, വാഴയില തന്നെ ഇടണം. പേപ്പറൊക്കെ ചിലപ്പോൾ അടിയിൽ നിന്ന് ചിലപ്പോൾ കത്തിപ്പിടിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വാഴയില തന്നെ ഇടുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചിക്കൻ ഇതുപോലെ നമ്മുടെ നേരത്തെ കമ്പ് കുറച്ച് ആഴത്തിലാണ് കുഴിച്ച് വയ്ക്കാൻ. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇതിലോട്ട് ഇറക്കി വയ്ക്കണം, ഇതുപോലെ കാണുന്ന രീതിയിൽ. കേട്ടോ അല്ല, അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ചെറിയൊരു ടോയിൻ നൂല് എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ ചെറിയ ചരട് വെച്ച് ഈ ചിക്കനെ നല്ലപോലെ കെട്ടി നിർത്തണം ഇതിൻ്റെ അകത്ത്. ഒരു ചെറിയ പാട്ട വെച്ചിട്ട് മൂടാൻ പോവുകയാണ്. ഇതുപോലെ നല്ലപോലെ അടച്ച് വെക്കണം സംഭവം. ഇതുപോലെ പാട്ട നമുക്ക് ചെറിയ ആക്രിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വീട്ടിലൊക്കെ കാണും. അത് വീട്ടിലില്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ആക്രിക്കടയിൽ നിന്ന് 20 രൂപ, ഞങ്ങൾ 20 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്കതുപോലെ സംഭവം ഒപ്പിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന ചെളി എടുത്ത് അതിൻ്റെ ചുറ്റും, നമ്മുടെ പാട്ടയുടെ ചുറ്റും നമുക്ക് നല്ല ടൈറ്റിൽ സെറ്റാക്കി വയ്ക്കണം. അപ്പോൾ അത് നോക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ വെറുതെ മണ്ണെടുത്ത് കുഴച്ചെടുത്താൽ മതിയാവും. നമ്മളിതിൻ്റെ 4 ചുറ്റും ചെളി വെച്ച് മണ്ണ് വെച്ച് നല്ലപോലെ പുകയൊന്നും കയറാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുക കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെളി. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കഴിക്കാൻ നല്ല കരിച്ചവ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. ഇത് വയ്ക്കുക, ചെളി വെച്ച് 4 സൈഡും നല്ലപോലെ അടഞ്ഞ രീതിയിൽ എടുക്കണം. അതുപോലെ തന്നെ ഈ പാട്ടയുടെ മുകളിലായിട്ട് ഒരു കല്ലോ എന്തെങ്കിലും വെക്കുക. ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ വിറകും കമ്പും ഒക്കെ വെച്ച് കത്തിക്കാൻ നേരം പാട്ട അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മുകളിൽ കല്ല് വയ്ക്കുന്നത്. കല്ല് എന്തെങ്കിലും നല്ല വെയിറ്റുള്ള സാധനം വെച്ചാൽ മതി. തീയൊന്നും പിടിക്കാതെ കല്ല് തന്നെ വെച്ചാൽ മതി, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കെന്തായാലും ബാക്കി ഇനി വിറകൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ അകത്ത് ചിരട്ടയിൽ ചാരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. തീ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ നമ്മൾ കാട ചെയ്തപ്പോൾ ഇതെല്ലാം ചെയ്തത്. ചാരം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീ കത്തി പിടിക്കും, ചൂടാവുകയും ചെയ്യും. ഈ ചാരത്തിൻ്റെ നമ്മൾ കുറച്ച് മണ്ണെണ്ണയും കൂടെ ഒഴിക്കണം. അതാകുമ്പോൾ പെട്ടെന്ന് തീ കത്തി പിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിവിടെ 4 സൈഡിലും വെച്ചിട്ടുണ്ട്. അതിന് 4 സൈഡിലും മണ്ണെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ല കാടയുടെ വീഡിയോ, ഗ്രിൽഡ് കാട ചെയ്തപ്പോൾ ഇതുപോലെയാണ് ചെയ്തത്. കണ്ടിട്ടില്ലാത്തവർ ആ കാടയുടെ വീഡിയോ കൂടെ കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീ കത്തി പിടിക്കാനൊക്കെ നല്ല എളുപ്പം, സമയം എടുക്കത്തില്ല, പെട്ടെന്ന് റെഡിയാവും സംഭവം. എന്നാലും ബാക്കി നമുക്ക് വിറകും കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ചുറ്റും ഓല വെച്ചിട്ടുണ്ട്. ഓല നമ്മൾ കത്തി പിടിക്കാൻ എളുപ്പമാവാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ചെറിയ കഷ്ണം വിറകൂടെ വയ്ക്കുക. വിറകൂടെ വെച്ചിട്ട് നമുക്കിത് പതുക്കെ കത്തിക്കാം. നമ്മളിതിൻ്റെ ചുറ്റും ഇതുപോലെ വിറകും കൂടെ വയ്ക്കണം. ചെറിയ വിറക് കഷ്ണമൊക്കെ വെച്ച് 4 സൈഡിലും റെഡിയാക്കി എടുക്കണം.
അപ്പോൾ നമ്മളത് തീയൊക്കെ കത്തിച്ചേക്കാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 4 സൈഡും ഒരുപോലെ വേണം കത്തിച്ച്. ഒരു സൈഡ് ആദ്യം കത്തിച്ച് കുറേ സമയം കഴിഞ്ഞ് കത്തിക്കില്ല. 4 സൈഡ് ഒരുപോലെ വേവണം എന്നുള്ളത് കൊണ്ട് 4 സൈഡും ഒരുപോലെ വേണം കത്തിക്കാൻ. പെട്ടെന്ന് തന്നെ കത്തിക്കണം. കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാൽ മതിയാവും, പെട്ടെന്ന് കത്തിക്കിട്ടുന്ന സാധനം. പിന്നെ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് റെഡിയാവും സാധനം. അതിൽ കൂടുതൽ വെച്ചാൽ കരിഞ്ഞു പോകും. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ പതുക്കെ എടുക്കുകയാണെങ്കിൽ, ചൂടൊക്കെ കറക്റ്റാണെങ്കിൽ 15 മിനിറ്റ് തന്നെ ഈ സംഭവം റെഡിയാവും. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി കാണും. 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് കൂടുതലേക്കാണ് ചിലപ്പോൾ മിക്കവാറും കരിഞ്ഞു. അപ്പോൾ നമ്മൾ 20 മിനിറ്റിൽ ഇതെങ്ങനെയാണെന്ന് മറിച്ചിടണമെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എടുക്കുന്നതിന് മുമ്പേ 4 സൈഡിലുള്ള കനൽ മാറ്റണം. ആ കല്ലും ആദ്യം വെച്ചിരുന്ന കല്ലെടുത്ത് മാറ്റണം. കനൽ 4 സൈഡിൽ നീക്കിയിടണം സൈഡിലേക്ക്. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ കറക്റ്റാണ്, അധികം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതിൽ നമുക്ക് സാധനം എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ കനലിൽ നിന്നൊക്കെ എടുത്ത് പാട്ടയ്ക്കകത്തൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല പുക ആവിയൊക്കെ പോകുന്നുണ്ട്. മസാലയുടെയൊക്കെ നല്ല മണമുണ്ട്, നല്ല മസാലയുടെ മണമാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് പീസാക്കട്ടെ, എന്നിട്ട് ഇപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കട്ട് ചെയ്ത് ചെറിയ പീസാക്കട്ടെ. എന്തായാലും നമ്മളിത് കട്ട് ചെയ്തൊരു 5-6 പീസായിട്ട് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം. നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തെടുത്ത പീസാണ്. നേരത്തെ ഫുൾ ചിക്കൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും. ഇത് കട്ട് ചെയ്തെടുത്ത പീസാണ്. മസാലയൊക്കെ നല്ല മണമൊക്കെ ഉണ്ട്. സംഭവം ടേസ്റ്റിയാണ്. നമ്മളെടുത്ത് കഴിച്ച് നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി, തീയൊക്കെ കത്തിക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം ഇതൊക്കെ തീ നല്ലോണം നമ്മൾ കത്തിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ മേടിച്ചത് 2 കിലോ 300 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 600 1 700 ഒക്കെ ഉള്ള കോഴിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഉള്ള നല്ല സോഫ്റ്റായിട്ടുള്ള കോഴിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോക്കി ഇപ്പോൾ കുറച്ച് അതുകൊണ്ട് ചെറിയൊരു കട്ടിയുണ്ട് ചിക്കന്. നമ്മൾ കോഴി കുറച്ച് മുറ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 1 600 കണക്കൊക്കെയുള്ള കോഴിയൊക്കെ മേടിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. സംഭവം കഴിക്കാനും നല്ല സോഫ്റ്റായിട്ടിരിക്കും, കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.